64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനം വീറും വാശിയും നിറഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. നിലവിൽ 268 പോയിന്റുമായി കോഴിക്കോട് ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത്. 266 പോയിന്റുമായി കണ്ണൂർ ജില്ല രണ്ടാം സ്ഥാനത്തുമുണ്ട്. 264 പോയിന്റുമായി ആതിഥേയരായ തൃശൂർ ജില്ല മൂന്നാം സ്ഥാനത്ത് തുടരുന്നു. ഉച്ചയ്ക്ക് ശേഷം ജനപ്രിയ ഇനങ്ങളായ ഒപ്പന, മാർഗം കളി, ദഫ്മുട്ട് തുടങ്ങിയ ഇനങ്ങൾ വേദിയിലെത്തും. ഷഹാദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹാദ്, ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ആളുകൾക്ക് താല്പര്യമുള്ള മത്സരങ്ങൾ അല്ലേ? തീർച്ചയായും, അതായത് കലോത്സവത്തിലെ ഓരോ വേദികളിലും ആളുകൾ പലതരത്തിലുള്ള ആസ്വാദകരായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. ഇന്ന് രാവിലെ ഏറ്റവും ആളുകളെ ഇഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ എല്ലാവരും കോരിത്തെരിപ്പിക്കുന്ന മിമിക്രി ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇന്ന് വട്ടപ്പാട്ടുണ്ടായിരുന്നു. അത് രാവിലെ ആയിരുന്നു. പ്രത്യേകിച്ച് നാടോടി നൃത്തം ഉൾപ്പെടെയുള്ള ഇനങ്ങളൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വട്ടപ്പാട്ട് രാവിലെ കഴിഞ്ഞു. ഇനി ഹയർ സെക്കൻഡറി വിഭാഗം വട്ടപ്പാട്ട് നടക്കാൻ പോകുന്നുണ്ട്, അതുണ്ട്. ഒപ്പം തന്നെ ഈ മാർഗം കളിയുണ്ട്, ദഫ്മുട്ടുണ്ട്, കൂടാതെ തിരുവാതിരക്കളിയുണ്ട്, മോഹിനിയാട്ടമുണ്ട്, പൂരക്കളിയുണ്ട്, കുച്ചിപ്പുടിയുണ്ട്, ഒപ്പനയുണ്ട് തുടങ്ങിയ ഇനങ്ങളാണ് ജനപ്രിയ ഇനങ്ങളാണ്. കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഇനമാണ്. ആ ഇനങ്ങളാണ് ഉച്ചയ്ക്ക് ശേഷമുള്ളത്. പോയിന്റ് നില പരിശോധിക്കുകയാണെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ കലോത്സവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിലൊക്കെ കണ്ണൂരായിരുന്നു മുന്നിട്ട് നിന്നതെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 268 പോയിന്റുമായി കോഴിക്കോട് ജില്ലയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് 266 പോയിന്റാണ് കണ്ണൂർ ജില്ലയാണ്. മൂന്നാം സ്ഥാനത്ത് തൃശ്ശൂരും ആതിഥേയരായ തൃശ്ശൂരും. ഷഹാദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.